നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിഷു ആയിരുന്നു. വിഷുവായിട്ട് നമ്മുടെ അമ്മമാരുടെ ചില വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു കൂട്ടം അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരാളെന്ന നിലയിലും അമ്മമാരെ വിഷു ആഘോഷിച്ചതുമാണ് എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മമാരെയും എന്നെയും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. സ്വപ്നമറിഞ്ഞ മാനു കഴിഞ്ഞാൽ ആശയവിടേ, നിരാശയവിടേ, സുഖമെവിടെ, ദുഃഖമെവിടെ. പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും. സ്നേഹിച്ചു വളരുമ്പോൾ മറക്കാൻ പഠിക്കും, മനസ്സിനെ പോലും ചതിക്കാതിരിക്കും. സുഖമെവിടെ, ദുഃഖമെവിടെ. സ്വപ്നമരീചിക മാനു കഴിഞ്ഞാൽ ആശയവിടേ, നിരാശയവിടേ, സുഖമെവിടെ, ദുഃഖമെവിടെ. വെയിലത്തു നിൽക്കുമ്പോൾ തണലിന്നു കൊതിക്കും, തണലത്തു നിൽക്കുമ്പോൾ താനേ മറക്കും. വെയിലത്തു നിൽക്കുമ്പോൾ തണലിന്നു കൊതിക്കും, തണലത്തു നിൽക്കുമ്പോൾ താനേ മറക്കും. സ്നേഹിച്ചു വളരുമ്പോൾ മറക്കാതിരിക്കും, മനസ്സിനെ പോലും ചതിക്കാൻ പഠിക്കും. സുഖമെവിടെ, ദുഃഖമെവിടെ. സ്വപ്നമരീചിക മാനു കഴിഞ്ഞാൽ ആശയവിടേ, നിരാശയവിടേ, സുഖമെവിടെ, ദുഃഖമെവിടെ. ഇന്ന് വിഷുവാണ്. ആദ്യമായി ഏവർക്കും എൻ്റെ വിഷു ആശംസകൾ. നല്ലൊരു വിഷുക്കണി കണ്ടുണർന്നു വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും കോടിമുണ്ടിൻ്റെ നന്മയും കൊന്നപ്പൂക്കളുടെ ഭംഗിയും കൈനീട്ടത്തിൻ്റെ ഐശ്വര്യവും നിറയുന്ന ഒരു നല്ല വിഷു ആവട്ടെ എന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒരു കണിക്കൊന്ന പോലെ പൂവണിയട്ടെ. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ വിഷുദിനത്തിൽ ആശംസിക്കുകയാണ്. ഇതുപോലെയാണ് മാതൃജ്യോതിയിലെ അമ്മമാർക്ക് ഞാൻ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത്. അമ്മമാരെല്ലാവരും രാവിലെ കണി കാണാൻ ആരെയും കണ്ണ് മൂടി ഒന്നും കൊണ്ടുവരാൻ എനിക്കിവിടെ കഴിയില്ല. കാരണം ഒത്തിരി അമ്മമാരുണ്ട്. അപ്പോൾ എല്ലാവരെയും എനിക്ക് അതുപോലെ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ നമ്മൾ ഒരു ദീപം തെളിയിച്ചു, കണി കാണാനുള്ള സാധനങ്ങളെല്ലാം അവിടെ വെച്ചു, അമ്മമാരെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് കണി കാണിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ചില അമ്മമാർക്ക് ഇത് ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്കത് കാണണമെന്നില്ല, ഞങ്ങളിവിടെ നിർബന്ധിക്കാറില്ല. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പലർക്കും പലതാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ ഒരു വിഷുക്കൈ നീട്ടവും കൊടുത്ത് അമ്മമാരെ സന്തോഷത്തോടെയാണ് വെളിയിലേക്ക് ഇറക്കുന്നത്. എല്ലാ വർഷവും ഇത് ചെയ്യാറുണ്ട്. എല്ലാവർക്കും പുതിയ കോടിമുണ്ടുകൾ കൊടുക്കും. പക്ഷേ അതിപ്പോൾ രാവിലെ ഞാൻ കൊടുക്കുന്നില്ല, കാരണം എല്ലാവരും എണ്ണിച്ച് വന്നതേ ഉള്ളൂ. ഇനി കുളിയും നനയൊക്കെ കഴിക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഭംഗിയായിട്ടാണ് അവരെ ഇനി നമ്മൾ നല്ല പുതിയ തുണി കൊടുത്ത് ഒരുക്കിയിരുത്തുന്നത്. അപ്പോൾ അമ്മമാരെ ഞാൻ അങ്ങനെ ഒത്തിരി അങ്ങനെ ഒരുക്കി ഭംഗിയായിട്ടോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക ആഭരണങ്ങളോ അല്ലെങ്കിൽ തുണികളോ ഒന്നും കൊടുത്ത് ഇറക്കാറില്ല. അവരുടെ നാച്ചുറലായിട്ടുള്ള ജീവിത രീതി പോലെ തന്നെ എന്നും അവരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അമ്മമാരെ വിഷുവാണ്, പുതിയ വർഷത്തിന്റെ തുടക്കം. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ വേണം. ദയവേദി ഇന്നൊരു ദിവസമെങ്കിലും വഴക്കിടാതെ. എല്ലാ വർഷവും ഞാൻ കണി കാണുന്നത് എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറയുന്നില്ല. ഇന്നലെ രാത്രിയിൽ 1 മണിയായി ഇവിടുന്ന് പോയപ്പോൾ. എന്നാ ചെല്ലി രാവിലെ വഴക്കിടാതെ ബഹളമിടാതെ തട്ടി വീഴാതെ പോയില്ല. സന്തോഷം.
അമ്മമാരെല്ലാവരും ആ കണി വെച്ച ഫ്രൂട്ട്സുകളെല്ലാം കൂടെ മുറിച്ച് അമ്മമാർക്ക് കൊടുക്കുന്നതാണ്. ഒത്തിരി ഒന്നുമില്ല, കുറേശ്ശേ ഉള്ളു. 2 കഷ്ണമായിരുന്നാലും ഞങ്ങളെല്ലാ അമ്മമാർക്കും ഒരുപോലെ തുല്യതയോടെയാണ് കാണുകയുള്ളൂ. അവരെല്ലാവരും ഒന്നിച്ചിരുത്തിയാണ് കൊടുക്കുന്നത്. അതുപോലെ ഇന്ന് മാതൃജ്യോതിയിലെ അമ്മമാരോടൊപ്പം ബർത്ത്ഡേ ആഘോഷിച്ച ആ കുടുംബത്തിന് മാതൃജ്യോതിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇതുപോലൊരു സൽക്കർമ്മം ഇതുപോലുള്ള അനാഥരായ അമ്മമാരോടൊപ്പം കൂടിയ അവർക്കൊരു 1000 നന്ദിയും അറിയിക്കുന്നു. എന്നെ ചിലരൊക്കെ ഫോൺ ചെയ്യാറുണ്ട്. ഫോൺ ചെയ്തിട്ട് ചോദിക്കും, ഇത്രയും അമ്മമാരെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പം ഞങ്ങളുടെയൊക്കെ അമ്മമാർ ചില കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ എന്നൊക്കെയാണ്. അപ്പോൾ അതുപോലൊരു 1-2 അമ്മമാർ എനിക്ക് ഇവിടെയുണ്ട്. അവരുടെ കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ചില അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ യൂറിനോ മോഷണോ ഒക്കെ ബാത്റൂമിൽ പോകണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മളോട് ചിലപ്പോൾ ചില അമ്മമാരൊക്കെ പറയും, വയ്യാതെ ഉള്ളവർ, സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നമുള്ളവരല്ല, ആരോഗ്യവതിയായിട്ട് നടക്കുന്ന അമ്മമാരാണെങ്കിൽ അങ്ങ് പോകും. എന്നാൽ ചിലർക്കൊക്കെ ശകലം വയ്യാഴിക കാണും. അവർ ഈ കാര്യങ്ങളൊന്നും പറയില്ല. എനിക്കിവിടെ 1, 2, 3 അമ്മമാരുണ്ട്. ഇത്തിരി ആരോഗ്യ പ്രശ്നമുള്ളവരാണ്. ആരോഗ്യ പ്രശ്നം എന്നുള്ളവരെന്ന് പറഞ്ഞാൽ ഒരാളുടെ സഹായം വേണം അവർക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ വേണ്ടി. എന്നാൽ നടക്കാനൊക്കെ പറ്റും. നമ്മുടെ സുരക്ഷത്തിന് വേണ്ടിയാണ് അവരെ ഒരാളിനെ കൂട്ടുപിടിച്ച് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഈ അമ്മയ്ക്ക് ബാത്റൂം പോകണമെങ്കിൽ മിണ്ടത്തില്ല. ബാത്റൂം പോയി കഴിഞ്ഞ് നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ബാത്റൂം അമ്മ നമ്മുടെ അടുത്തിരുന്ന് ഇരിക്കുന്നിടത്തിരുന്ന് പോയി കഴിയുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ചോദിച്ചാൽ മാത്രമായിരിക്കും ആ അമ്മ ഞാൻ ബാത്റൂം പോയി അല്ല ഞാൻ മോശം പോയി എന്ന് പറയാം. എന്നാൽ ആ അമ്മയ്ക്ക് ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഒരു ഓർമ്മക്കുറവും കാണത്തില്ല. നമ്മൾ ഇന്നലെ കഴിച്ച എന്താണ്, അല്ലെ അമ്മയുടെ ചെറുപ്പകാര്യങ്ങളുള്ള എല്ലാ കാര്യങ്ങളും അമ്മ കൃത്യമായിട്ട് പറയും. ഈ ഒരു കാര്യം മാത്രം പറയില്ല. അങ്ങനെ മക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ചില അമ്മമാരുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ വിളിക്കുമ്പോൾ ചിലർ പറയുന്ന കാര്യങ്ങൾ വെച്ച് പറയുന്നതാണ്. ചില അമ്മമാർ അങ്ങനെയാണ്. നമ്മളിനി അവർക്ക് എന്ത് ചെയ്ത് കൊടുത്താലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ നമ്മളോട് പറയില്ല. വേറെ ചില അമ്മമാരുണ്ട്, അവർ നമ്മുടെ ബെഡിലെ ഈ കാര്യങ്ങൾ ചെയ്യും. ഡയപ്പറൊക്കെ വെച്ച് കൊടുത്താൽ ഈ ഡയപ്പറെല്ലാം ഊരിയങ്ങ് കളയും. എന്നിട്ട് ഈ ബെഡിൽ തന്നെ വലിയ വില കൊടുത്തോ ആരുടെയെങ്കിലും സഹായത്താലോ ആയിരിക്കും നമ്മൾ ഈ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പക്ഷേ ചില അമ്മമാരെന്ന് പറഞ്ഞാൽ അവർക്ക് ആ ബെഡിൽ കിടന്നുകൊണ്ട് യൂറിൻ മോഷൻ പോയാൽ ഒരു സുഖമുള്ളൂ. അങ്ങനെ ചില അമ്മമാരുണ്ട്. ഇതൊന്നും ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. ചിലരൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, ഈ അമ്മമാർ ഇങ്ങനെയാണോ? ചില അമ്മമാരൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാറുണ്ട്, നിങ്ങളുടെ അടുത്ത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ്. അമ്മമാരൊക്കെ ചിലരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മക്കളായിട്ടുള്ളവർ നമ്മൾ ക്ഷമിച്ചും അവരെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അവർക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാരും എനിക്ക് കൂട്ടത്തിലുണ്ട്. എനിക്ക് വിഷയമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ, എല്ലാ വിഷയവും ഞാൻ കണി കാണുന്നത് മോഷണമായിരിക്കും. കാരണം അമ്മമാർ എനിക്ക് കൃത്യമായിട്ട് എനിക്കത് ചെയ്തു തരും. അത് ചിലപ്പോൾ എനിക്ക് ദൈവം തരുന്ന ഒരു ശിക്ഷയായിരിക്കും. ഈ ഇത്രയും അമ്മമാരെ നോക്കുന്ന ഒരാളായിട്ടും എല്ലാ വർഷവും ഇവിടുത്തെ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, കൃത്യമായിട്ട് ആരെങ്കിലും ഒരാൾ, അതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്യാത്ത അമ്മയെങ്കിലും വിഷുവിൻ്റെ തലേ ദിവസം അത് ചെയ്യും. ഈ പ്രാവശ്യം നമുക്ക് റോസമ്മ അങ്ങനെ ചെയ്തത്. എന്തായാലും അമ്മമാരിങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കും. മക്കളായ നമ്മളെല്ലാവരും സഹിച്ചും ക്ഷമിച്ചും അമ്മമാരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അറിയോ? അങ്ങനെ പറഞ്ഞാ ഇവിടെ അങ്ങനെ ഉണ്ട്. തിരിച്ചു പോന്നോ? എന്താ മോൻ വന്നോ? പിന്നെ ബിജു വന്നോ? പോകുന്നുണ്ടോ? മോനോടെ പോകുന്നുണ്ടോ? വീട്ടിൽ പോണ്ടേ? ഇവിടുന്ന് വേണ്ട പറയാ വീട്ടിൽ പോണ്ടേ? ഇവിടെ ആകുന്ന ഇഷ്ടം അല്ല. അവിടെ ആകുമ്പോ ഇവരൊക്കെ കാണാൻ പറ്റില്ലേ? പലപ്പോഴും ഒരിക്കലും ആഗ്രഹം വരരുത്, പ്രാർത്ഥിക്കാൻ വരരുത്. ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല, വരരുത്. ഇവിടെ വരുന്നവരാരും പോകാത്തത് കൊണ്ടാ. ഇവിടെ വരുന്നവരൊക്കെ എങ്ങനെയാണ് വീട്ടിലിപ്പോൾ എത്ര നാൾ വരെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടാക്കി.
അതുകൊണ്ട് ഇപ്പൊ ഈ അമ്മയെ ഞാൻ പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടാക്കിയത് എന്താണെന്ന് അറിയില്ല. ഇതേ കൊണ്ടാകാതെ അവിടെ ഒന്ന് കണ്ടിട്ടുള്ള അമ്മയല്ലേ അമ്മയ്ക്ക് ചിലപ്പോ തെക്കേലെ കൊച്ചിനെ ഞാൻ കാണുമെന്നെങ്ങാനും കൂടുതലല്ല ഇവിടെ വന്നിട്ടുള്ള ഒരമ്മയുടെ അയലത്തുകാരാണ് ഈ വിഷുവായിട്ട് അമ്മയെ കാണാൻ ഇവിടെ വന്നത്. അപ്പോൾ അവരുടെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇവിടെ വന്ന് നമ്മുടെ തങ്കമണിയമ്മയുടെ അയലത്തുള്ളവരാണ്. തങ്കമണിയമ്മ ഇവിടെ വന്നിട്ട് ഏകദേശം 3 മാസത്തോളം ആവുന്നു. അപ്പോൾ അമ്മയെ കാണാനും വിഷുവായിട്ട് എല്ലാവരും സന്തോഷം പങ്കിടാനാണ് എല്ലാവരും കൂടെ എത്തിയത്. അവരുടെ അയലത്തുള്ളവരാണ് കൂടുതലും. തങ്കമണിയമ്മയുടെ വിശേഷങ്ങളാണ് എല്ലാവരും ചോദിച്ച് മനസ്സിലാക്കുന്നത്. കൂട്ടത്തിൽ അമ്മയോട് പലരും ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇവിടെ, പോണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പം മാതൃജ്യോതിയിൽ വരുന്ന ഓരോ അമ്മമാരും ഇങ്ങനെ പറയുന്നതാണ്, വീട്ടിലേക്കാളും എനിക്കിവിടെ സന്തോഷമാണ് എന്ന് അമ്മമാർ അവരുടെ വാഗൊണ്ട് പറയുന്നതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. ഓരോ വീട്ടിലേക്കാളും അവർ സന്തോഷത്തോടെ അവരുടെ പ്രായക്കാരും ഒത്ത് സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ ഇവിടെ വരുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കണ്ട് അവരത് സന്തോഷമായി അവരുടെ ജീവിതം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മാതൃജ്യോതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾക്ക് അതിൽ ഒത്തിരി അഭിമാനവുമുണ്ട്, സന്തോഷമുണ്ട്. ഓരോ അമ്മമാരുടെ അടുത്തും ചോദിക്കുമ്പം അവർ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു അനാഥരെ പാർപ്പിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് അവരുടെ സമപ്രായക്കാരോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ വന്ന് അമ്മ വരുന്നോ വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുന്നതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. അത് ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം പല അമ്മമാരും അങ്ങനെയാണ് ഇവിടെ സംസാരിക്കുന്നത്. പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലകുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും, പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, സ്നേഹിച്ചു വളരുമ്പോൾ മറക്കാൻ പഠിക്കും, മനസ്സിന് പോലും ചതിക്കാതിരിക്കും, സുഖമെവിടെ ദുഃഖമെവിടെ, വെയിലത്തു നിൽക്കുമ്പോൾ തണലിനു കൊതിക്കും, തണലത്തു നിൽക്കുമ്പോൾ താനേ മറക്കും, വെയിലത്തു നിൽക്കുമ്പോൾ തണലിനു കൊതിക്കും, തണലത്തു നിൽക്കുമ്പോൾ താനേ മറക്കും, സ്നേഹിച്ചു വളരുമ്പോൾ ചതിക്കാതിരിക്കും, മനസ്സിനെ പോലും മറക്കാതിരിക്കും, സുഖമെവിടെ ദുഃഖമെവിടെ, സ്വപ്നമരീചിക മാഞ്ഞു കഴിഞ്ഞാൽ ആശയെവിടെ നിരാശയെവിടെ, സുഖമെവിടെ ദുഃഖമെവിടെ, സുഖമെവിടെ ദുഃഖമെവിടെ. നല്ല പാട്ടായിരുന്നു, നല്ല സൗണ്ട്, ശബ്ദം, നല്ല ശബ്ദം. പാട്ടിന് മാത്രമല്ല ബിജു നല്ല ശബ്ദം, വേറെ ചിലതിനൊക്കെ ഞങ്ങൾക്ക് നല്ല ശബ്ദവും നല്ല സൗണ്ടും ഉണ്ട്. അതാണ് കുഴപ്പം. മാറുന്നില്ല, ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും. ഇപ്പൊ തന്നെ കണ്ടോ, ഇങ്ങനെയാണ് എന്റെ സ്വരം. അല്ല വേറൊന്നും വഴക്കിനും അതിനൊന്നും അല്ല സംസാരിക്കുന്ന, ഇതാണ് എന്റെ ശബ്ദം. ആണേ അപ്പൊ വിഷു ഇന്ന് അടിപൊളിയായിട്ട് അങ്ങ് പോയി ഇല്ലേ? ഈ റെസ്റ്റ് ഇല്ലാത്ത പരിപാടിയായി പോയി. അപ്പൊ പറഞ്ഞു വേട്ടെ, കഞ്ഞിയൊക്കെ കുടിക്കണം. ഇനി അടുത്ത അവർക്ക് ഇന്നിനി TV-യിലെ സീരിയൽ ഇന്നെന്താ ബിഗ് ബോസിന്റെ അടിയാ അല്ലേ? അത് സീരിയലുണ്ടോ? ആ 9 മണി വരെ സീരിയലാ. അത് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിന്റെ അടിയാ. അത് കഴിഞ്ഞാൽ പിന്നെ പകല് മൊത്തം ഇതിനകത്ത് ബിഗ് ബോസ് ആയിര്. ഇതിനകത്ത് ബിഗ് ബോസിന്റെ അടിയാ. ലക്ഷ്മിക്കുട്ടിയമ്മയായിരിക്കും. 10 വരെ ഇത് കാണുന്ന ലക്ഷ്മിക്കുട്ടിയെ മാത്രമാണ്. വേറെ ആരും ഇരിക്കുമോ?
അമ്മയൊന്ന് ഓഫാക്കിയേക്കാം ആ. എന്നെ ഒന്ന് ഓഫാക്കിയേക്കാൻ പറയും ഞാൻ പിന്നെ ഒന്ന് ഓഫാക്കും ഇന്നലെ അതുപോലെ ആ എല്ലാവർക്കും അസിസ്റ്റന്റുമാരുണ്ട്, എല്ലാവർക്കും അസിസ്റ്റന്റുമാരാ. ഇത് ഇതിനകത്ത് സൂപ്രണ്ടിന്റെ അസിസ്റ്റന്റ്. അതെ. പിന്നെ അങ്ങനെ താഴോട്ടുണ്ട്, അവർക്കുണ്ട്. പിന്നെ ഇല്ലാത്തവരാരുമില്ല. പിന്നെ ഇല്ലെന്നൊക്കെ ഞങ്ങള് പറയും. എനിക്ക് ഞാൻ വന്നപ്പോ കാണാൻ തുടങ്ങിയത് ഈ അമ്മയാ. ആ അമ്മയുടെ അടുത്താണ് ഞാൻ കൂടുതലും റോട്ട് പോകും. പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ പിണങ്ങും. ആദ്യമായിട്ട് വഴക്കുണ്ടാവും ഞങ്ങൾ രണ്ടുപേരുടെ പിണങ്ങും. പക്ഷേ ആ പിണക്കം ഞങ്ങളങ്ങ് മാറ്റും. ഞാൻ മിണ്ടാതെ ഇരുത്തിരുന്നാലും അവള് വന്ന് വന്നുകൊണ്ടു അങ്ങനെ വേണം. നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോ ഇണക്കവും വേണം, പിണക്കവും വേണം. ഇപ്പൊ ബിജു അമ്മ വഴക്ക് പറയാതിരിക്കുമോ? പറയുമല്ലോ. അപ്പോൾ അതുപോലെ മക്കളാണെന്നോ അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളാണെന്നോ വിചാരിച്ച് വഴക്കിടണം, എന്നിട്ട് കിണങ്ങണം. അത് മനസ്സിൽ വെച്ചേക്കരുത്. അന്നേരം കളയണം, അന്നേരം കളയണം, ഇണങ്ങണം. വീഡിയോ ഒക്കെ കണ്ടു, അമ്മമാരുടെ വിഷു ആഘോഷം കണ്ട്, അമ്മമാർ പാട്ട് പാടുന്നത് കൊണ്ട് വിഷുവായിട്ട് അമ്മമാരെല്ലാം നല്ല തിരക്കായിരുന്നു. കാരണം വിഷു ആയതുകൊണ്ട് പലരും അമ്മമാരെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എത്തി. അമ്മമാരുമൊക്കെ ആയിട്ട് കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ചു. ചിലർ കേക്ക് കൊണ്ടുവന്ന് കൊടുത്തു, ചിലർ മധുരപലഹാരങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു. എന്തായാലും അമ്മമാരെല്ലാം നല്ല രീതിയിൽ വിഷു ആഘോഷിച്ചു. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.